ഇലക്ട്രിസിറ്റി ബോർഡ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏട്ടാ, ആ സ്വർണത്തിന് 600 രൂപ കുറഞ്ഞു. സ്വർണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. ഏട്ടാ, നമുക്ക് മേടിക്കേട്ടാ. ആർക്ക്? എനിക്ക്. ഇനിയിപ്പോ സ്വർണം ഡയമണ്ടൊന്നും വാങ്ങേണ്ട കാര്യം ആലോചിക്കുകയേ വേണ്ട. എന്താ? KSEB സ്വകാര്യവൽക്കരിക്കാൻ പോവാണ്. അപ്പൊ നല്ലതല്ലേ? ശമ്പളം കൂടുതൽ കിട്ടുമായിരിക്കും. ശമ്പളം കൂടുതൽ കിട്ടും. ഇനി സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനകത്തേക്ക് കയറി വരും. അപ്പൊ അവർക്ക് താല്പര്യമുള്ള ആളുകൾ ഇതിനകത്ത് നിയമിക്കാം. പഴയ ആളുകളൊക്കെ പിരിച്ചുവിടുമെന്ന്. എല്ലാരും പിരിച്ചുവിട്ട് കഴിഞ്ഞാലേ ഇവിടെ പട്ടിണി നടക്കേണ്ടി വരും. ആര് പട്ടിണി നടക്കുന്ന കാര്യമാടാ പറയുന്നത്? തങ്കത്തിന്റെ കാര്യമാണോ? അല്ല, ഈ അമ്മയ്ക്ക് 24 മണിക്കൂറും തങ്കത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അമ്മയുടെ മോന്റെ ജോലി പോവും. അപ്പൊ പട്ടിണി കിടക്കണ കാര്യം പറഞ്ഞേ, അമ്മയെ പട്ടിണി കിടക്കേണ്ടി വരും. അതെന്തിനാടാ ജോലി പോണത്? സ്വകാര്യവൽക്കരിക്കുവാണെന്ന് KSEB. സ്വകാര്യവൽക്കരണം. അല്ല, അതാരാ പോന്നത്? അതാരാടി? അമ്മേ, നാത്തൂന്റെ അടുത്ത് തയ്ക്കാൻ കൊടുക്കാൻ പോണവരാന്നേ. ഏട്ടാ, ഇന്ന് പോണില്ലേ? ഇവിടെ ഇരിക്കുവാണോ? പോണം, സമയമായല്ലോ. എടാ, പത്രത്തിൽ എന്തോന്നാ വാർത്ത? പത്രത്തിൽ പ്രത്യേകിച്ച് വാർത്ത ഒന്നുമില്ല അമ്മ. എടാ, ഇന്നലെ ആ പാമ്പിന്റെ സീരിയൽ ഇല്ലായിരുന്നു? ഇന്നുണ്ടാന്ന് നോക്കിയപ്പോഴാണ് നോക്കിയത്. അതെ അമ്മ, ആ പാമ്പിന്റെ സീരിയല് കാണുന്ന ആളുകളെ മുഴുവൻ പാമ്പ് കുത്തിച്ചാവുന്ന ഒരു ജ്യോത്സ്യം പ്രവചിച്ചിട്ടുണ്ട്. അവരുടെ പത്രത്തില് നോക്കിയേ. ഏട്ടൻ പറ്റിച്ചാ. ബ്ലൗസ് ഇട്ട് കളിക്കാ? ഇതിന്റെ കൈ രണ്ടും കണ്ടെത്തേണ്ടത് എവിടെയാണെന്ന്. എന്റെ പൊന്നു ക്ലീറ്റ്, അത് ഇട്ടുകൊണ്ടിരിക്കാതെ വേഗം ഒന്ന് തേച്ചിട്ട് ഈ സാരിയുടെ ഒന്ന് തേച്ച് വെച്ചേ. പോള് പിടിപ്പിച്ചത്. ഒരു ജോലി ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്താലേ എനിക്ക് സമാധാനം വരത്തുള്ളൂ. അല്ല, നീ എന്തിനാണ് ഈ സാരി തേക്കുന്ന കൊട്ടേഷൻ കേൾക്കണേ? സാരി തേച്ചു കൊടുക്കണ്ടേ? സാരി ഒന്നും അങ്ങനെ ഒരു തയ്ക്കുന്ന സ്ഥലത്തും തേച്ചു കൊടുക്കാറൊന്നുമില്ല. പിന്നെ അവര് കൊറേ തയ്യല് തന്നെ ചേച്ചി ഭദ്രകാളിയുള്ളൂ കേട്ടോ. അത് തേച്ചു വേഗം. എനിക്ക് 2 കൈയേ ഉള്ളൂ. ഒരു ജോലി തീർന്നാലേ അടുത്ത ജോലി ചെയ്യാൻ പറ്റും കേട്ടാ. അതെ, ഈ എന്റെ ശ്രദ്ധ തിരിപ്പിച്ചിട്ടല്ലേ ഞാൻ മര്യാദ ചെയ്തോളൂ. കാണായിരുന്നു. കത്തില്ല. കണ്ടോ, അതിന്റെ കളർ മാറിയാ ചേച്ചി ഇന്ന് യുദ്ധം ചെയ്യൂടെ? അത് നമുക്ക് ഇച്ചിരി കളർ ചെയ്യാം. ഞാൻ ശരിയാക്കാം. ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരുമില്ലേ? എന്തേട്ടാ? ഇതാണ്ടേ. അയ്യോ, വേറെ ഒന്നും വിചാരിക്കരുത്. പുതിയത് തയ്ക്കാനുള്ള സമയമല്ല. 2 ദിവസം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നോക്കാം. വേറെ ഒന്നും വിചാരിക്കില്ല. ഇത് പുതിയതല്ല, ഇപ്പോഴും തച്ച് വാങ്ങിച്ചോണ്ട് പോയത്. ആദ്യം ഇതിനെ ശരിയാക്കി താ. എന്താ പറ്റി? എന്ത് പറ്റിയെന്നാ? ഇങ്ങനെയാണോ ചുരിദാർ വെച്ചേക്കണത്? ഇങ്ങനെയാണോ ചുരിദാർ വെച്ചേക്കണേന്ന്? അല്ല, എന്താണ് പ്രശ്നം? പറഞ്ഞാൽ പ്രശ്നം വലത്തെ കൈക്ക് നീളം കൂടുതൽ, ഇടത്തെ കൈക്കാണ് നീളം കുറവ്. അത്രയല്ല, കഴുത്താണെങ്കിൽ നല്ല കൂട്ടിപ്പിടിച്ചാണെങ്കിലിരിക്കുന്നു. പിന്നെ ഭയങ്കര ടൈറ്റ്. ചേച്ചിയുടെ ഇച്ചിരി വണ്ണമൊക്കെ കുറയ്ക്കാൻ പറയണം. വണ്ണം നമുക്ക് കുറപ്പിക്കാം. അതെല്ലാം കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ ചേട്ടൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. 2 ദിവസം കഴിഞ്ഞാ? അത്യാവശ്യം ചടങ്ങിന് മുകളിലാണ് എനിക്ക്. ഒന്ന് മാറ്റി വെച്ചുകൂടെ അങ്ങോട്ട്? കല്യാണം മാറ്റി വയ്ക്കാനാ? ആലപ്പുഴ കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്തിട്ടപ്പോഴേ ചുരിദാർ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല, അളവ് ഇവിടെ വന്നെടുത്തതാണോ ആള്? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തച്ചെന്ന ചുരിദാറല്ല ഞാൻ അളവിനായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. അത് നോക്കിയല്ലേ നിങ്ങൾ തച്ചത്? ഇതൊക്കെയാണ് കുഴപ്പം. ഞാൻ എവിടെ എപ്പോഴും പറയണത് ആള് വരാതെ അളവെടുത്ത് തയ്ക്കരുതെന്ന്. ഈ ചുരിദാർ എന്നാലും നമ്മളെ ആള് വരുമ്പോൾ കറക്റ്റ് അളവ് കിട്ടും ചേട്ടാ. 10,500 മെറ്റീരിയൽ ആണെന്നത് നിങ്ങൾ കളിക്കണത്. പക്ഷേ അതൊന്നും മതിക്കൂല. എനിക്കത് മതിക്കൂല. പക്ഷെ കാശ് മുടക്കിയ ഞാനാ, എനിക്കത് മതിക്കും. അല്ല, ഒന്നുമില്ല, നമുക്ക് ശരിയാക്കാം. പോയിട്ട് പിന്നെ ഒരു ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. ഉച്ച കഴിഞ്ഞാ? ആലപ്പുഴ അത്യാവശ്യം കല്യാണത്തിന് പോകുമ്പോഴാണ് ഞാൻ തന്നെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കുന്നു വേണ്ട. ഇത് ശരിയാക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. 1 മണിക്കൂർ കഴിഞ്ഞു വാ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ ചേട്ടാ? 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ അവിടെ വരും. നിങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെടുത്തി ആലപ്പുഴ കല്യാണത്തിന് പോകണ്ടേ എനിക്ക്? കണക്ക് ചെയ്ത് ഒന്നാമത് നിങ്ങൾ എമർജൻസി ആയിട്ട് കൊണ്ട് തന്നെയാണ്. എമർജൻസി ആയിട്ട് ഇരട്ടി കൂലി വാങ്ങിച്ചില്ല നിങ്ങൾ? അല്ല, അത് ശരിയാണ്. അല്ലാത്ത കൂലി തന്നെ. അപ്പോ അല്ല, ഇവിടെ ശരിയായിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കണ്ട. ചേട്ടൻ പോയിട്ട് വാ. 1 മണിക്കൂർ കഴിഞ്ഞു വാ. 1 മണിക്കൂർ പറ്റില്ല. ഞാൻ 1/2 മണിക്കൂർ കഴിഞ്ഞ് വരും. ഇവിടെ ശരിയാക്കി വെച്ചാൽ ആയിക്കോട്ടെ. യോഗ്യല്ലേ? ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ട് ചെയ്യട്ടെ. നിന്റെ നല്ല സമയമാ കേട്ടോ. നമ്മുടെ യൂണിയനിൽ സുരേഷ് ഇല്ലേ? തയ്ച്ചു കൊടുത്തതാ. അത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നേക്കുക.
വലത് കൈ കറക്റ്റാ, ഇടത് കൈ നീളം കൂടുതലാ. പിന്നെന്താ ഈ സൈഡ് പിടുത്തോണ്ടെന്ന് ഇടാൻ പറ്റുന്നില്ല. അയ്യോ 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ. വേണ്ടത് തയ്ക്കാൻ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയാം. അയാൾ അരമണിക്കൂർ കഴിയുമ്പോ വരും, അപ്പോഴേക്ക് ശരിയാക്കി കൊടുക്കണം. എങ്ങനെ ശരിയാക്കി കൊടുക്കും? എങ്ങനെ ശരിയാക്കുന്ന തയ്ച്ച് ശരിയാക്കി കൊടുക്കണം. നിങ്ങൾ ഏറ്റു പോന്നോ? പിന്നെ അയാൾക്ക് ആലപ്പുഴ കല്യാണത്തിന് പോകാനുള്ളതാണ്. നിങ്ങൾ എന്തിനാന്ന് എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഓരോന്ന് ഏക്കണം? നിങ്ങളാണ് ഇവിടെ തയ്ക്കണത്. ഞാൻ ഒരെണ്ണം തന്നുണ്ടല്ലോ, തയ്ക്കുമ്പോൾ നേരെ പോയി തയ്ക്കണം. ഇതിപ്പോ ഞാൻ ഏറ്റത് കുറ്റമായി. അയാൾ പോകില്ലെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോയ ആളാ. ഞാൻ വല്ലവിധവും പറഞ്ഞ് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ക്ലീറ്റോ, ഇതേപോലെ 3 ബ്ലൗസ് എനിക്ക് തയ്ക്കാനുണ്ട്. ഞാൻ എന്ത് ചെയ്യൂന്ന് ഈ പറയണേ? ഞാൻ ഒരു കാര്യം പറയാം, 500 രൂപ നമ്മൾ മേടിച്ചോ എമർജൻസി തയ്യലിന്. 500 രൂപ മേടിച്ചെങ്കിൽ എമർജൻസി ആയിട്ട് കൊടുത്തില്ലേ? എമർജൻസി ആയിട്ട് കൊടുത്താൽ അത് ഇടണ്ടേ അവർക്ക്? അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാം അങ്ങോട്ട്. ഞാനേ തലേ ഞാൻ എവിടെ നിന്ന് ഇറങ്ങിയാ പോകും ഞാനാ. ഒരു വസ്തുവിന് ഉപകാരമില്ലാത്ത ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെയായി. അപ്പൊ ഞാനാ കുറ്റക്കാരൻ. ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാ പിന്നെ അത് സമ്മതിക്കത്തില്ല. വേണ്ട, ചെയ്യാൻ പറ്റുമോ? വിശ്വാസം ഉണ്ടെങ്കിൽ മതി. നീ അല്ലാതെ സംശയത്തോടെ ഒന്നും എന്നെ ഏൽപ്പിക്കണ്ട. വെയിറ്റ് കാണുമ്പോഴേ ഒന്ന് ചെയ്യന്റെ പൊന്ന് ക്ലീറ്റോ. അറിയാമോ ചെയ്യാൻ? എനിക്ക് അറിഞ്ഞൂടി. ഓ, നീ വലിയ ഇവിടുത്തെ അന്താരാഷ്ട്ര തയ്യക്കാരിയല്ലേ? ഈ മെഷീനാണ് ഞാൻ എങ്ങോട്ടേലും എടുത്ത് ഞാൻ കളയും. ഞാൻ എന്താ ചെയ്യാൻ പോണേ ഇപ്പൊ? വലത് കൈ കറക്റ്റാന്ന് പറഞ്ഞു, ഇടത് കൈ ഇച്ചിരി നീളം കൂടുതലാ. കറക്റ്റ് ആയിട്ട് വെട്ടിക്കളയത്. ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് വെട്ടണം തയ്ക്കാനുള്ളതാ. ഓ, ഇതൊക്കെ നിനക്ക് ചെയ്തൂടായിരുന്നു ആദ്യമേ. ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് പൈസ കൂടും കേട്ടോ. നിങ്ങളത് മുഴുവൻ എടുത്തോ, അത് ശരിയായി തന്നാ മതി. ഈ സൈഡ് നമുക്ക് ടൈറ്റാന്ന് പറഞ്ഞേ. ഒരു ഇഞ്ച് കൂട്ടി ഇതാക്കിക്കോ. ഞാൻ അയാളോട് ചോദിച്ചേ ഭാര്യയുടെ വണ്ണം ഇച്ചിരി കുറപ്പിച്ചുകൂടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു തമാശക്ക് ചോദിച്ചാ, പക്ഷെ അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കരക്കാരുടെ കൈ കൂടി കൊള്ളു. പെൻസിലോടടി അങ്ങനെ മാർക്കിട്ടെ. എന്റെ ക്ലിനിക്ക് നിങ്ങൾ അങ്ങനെ വെച്ചങ്ങ് വെക്കുന്നേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണേ. കൊള്ളാടി ഇടി, ഇത് 17 ഉണ്ട്, അത് 16. ഇങ്ങനെ നടക്കുന്നു ഏട്ടാ. ഇട്ടോണ്ട് പോയാ നല്ല രസമായിരിക്കും. പിന്നെ പറഞ്ഞാ മതി. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മിഷൻ മാറ്റി തന്നോ. ഇൻസ്റ്റാൾമെന്റിനാണെങ്കിലും മതി. ഇനിയിപ്പൊ മിഷൻ വാങ്ങാനുള്ള നീ ഒന്നും പറയിക്കരുത്. ഇവിടെ പൈസ വെച്ച് അങ്ങ് അടുക്കി വെച്ചേക്കല്ലേ. തങ്കം പിന്നെ കഴുത്ത് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് ഇച്ചിരി കയറിപ്പോയി എന്ന് പറഞ്ഞു കേട്ടോ. ഒരു കാര്യം ചെയ്ത് 2 ഇഞ്ച് ഇറക്കിക്കോ. 2 ഇഞ്ചൊക്കെ ഇറങ്ങി വരുമ്പോ അത് മഹാ വൃത്തിയോടാവൂലേ തങ്കം? നിങ്ങളുടെ ഭാര്യയല്ലല്ലോ, സുരേഷ് ചേട്ടന്റെ ഭാര്യയല്ലേ, അയാൾ തയ്ച്ചോളൂ. എന്നാലും ഇനി അതെങ്ങാനും സുരേഷ് ശ്രദ്ധിച്ചാൽ പിന്നെ അത് അതിനേക്കാളും കുഴപ്പമാവും. വേണ്ട, അത് 1 ഇഞ്ച് മതി. നല്ലൊരു മര്യാദയല്ലേ, ഒരു ഡ്രസ്സിനൊരു മര്യാദ ഉണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യാവുന്ന ശരിയാക്കി താന്ന. അവർക്കില്ലെങ്കിലും നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. വള പറയാനാണെങ്കിൽ എന്റെ ക്ലീറ്റോനെ കഴിഞ്ഞിട്ടുള്ളൂ ആള്. ഞാൻ നിർത്തിട്ടാ, തയ്യല് നിർത്തി. ഇത് നാട്ടില്ലാതെ പറ്റില്ല മോളെ. നൂല് കേറിയിരിക്കാൻ. പിന്നെ ഈ പണി ചെയ്യണതിന് എക്സ്ട്രാ എനിക്ക് കാശ് തരണം കേട്ടല്ലോ. നിങ്ങളത് മുഴുവനും എടുത്തോ. അതങ്ങനെ 500 രൂപ നീ നേരത്തെ മേടിച്ചു എടുത്തല്ല. അതിനകത്താണല്ലോ അങ്ങോട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് എടുത്തോണ്ട് പോയത്. ഞാൻ കണ്ടില്ലാന്ന് വിചാരിക്കണ്ട. അയ്യോ, അത് 500 അല്ല, അത് നീ മറ്റേ രമണി ചേച്ചിയുടെ തച്ചേന്റെ 500 ആണ്. അതല്ല, ഇത് ഞാൻ എടുത്തില്ല, കണ്ടില്ല. കത്രിയോടെ സൂക്ഷിച്ചു കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തുടങ്ങിയത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവള് പറയാം. ഒന്നും പറയണില്ല. ഞാൻ ഇത് ചെയ്യണോ വേണ്ടേ? ചെയ്യണം. Versus Alien.